ഷെലീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു കുടുതയാണ് മേടിച്ചിട്ടുള്ളത്. നമുക്കിതൊന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. നമ്മൾ മീനൊന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിന്നൊരു മുളക് കറിയാണ് വെക്കാൻ പോകുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുക്കാം. കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് നമ്മൾ. മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, എരിവിനനുസരിച്ച് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്താൽ ആദ്യം മുളക് പൊടി, ഒന്ന് ചെറിയ തീയിലും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി അരിഞ്ഞതാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. ലേശം ഉലുവപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, ചേർത്ത് കൊടുക്കാം. കുറച്ച് കുടമ്പുളി നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ മസാല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അത് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ കറി ഒന്നും കൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. ഇത്തിരി കൂടെ വെള്ളം വറ്റട്ടെ. നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. നമ്മുടെ കറി വെന്ത് കേട്ടോ, വെള്ളം വറ്റി നല്ല അടിപൊളി കറിയാണ്. ഞാൻ ലേശം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള കൂടുതക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇങ്ങനത്തെ മുളക് കറി വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ നമ്മൾക്ക് ഇത് വെച്ചിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഉണ്ടോ, അടിപൊളി മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.